ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തമ്പനെയിലും കാര്യങ്ങളും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എന്താണ് ഈ വീഡിയോ എന്നൊക്കെ. അപ്പം വേറെ ഒന്നുമില്ല കേട്ടോ, തമ്പനെയിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഒരു കുട്ടി സ്കിൻ കെയർ അല്ലെങ്കിൽ ഈവനിങ് സ്കിൻ കെയർ റുട്ടീനും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ അതായത് ചില ദിവസം എനിക്ക് മടി എന്നെ ആധികാരികമായി ആക്രമിക്കുമ്പോൾ തല അല്ലെങ്കിൽ മേല് കുളിക്കലൊക്കെ എനിക്ക് രാവിലെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അങ്ങനെയുള്ള ദിവസം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് രാവിലെ കുളിക്കാൻ പറ്റാതിരിക്കുന്ന ദിവസമൊക്കെ ഞാൻ ഈവനിങ് ആണ് ഈ ഹെയർ ഓയിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഈ അലോവേറ ഇപ്പോൾ കട്ട് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ചെറിയ പരീക്ഷണം ഞാനിപ്പോൾ നടത്തുന്നുണ്ട്. അത് സക്സസ് ആയിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ എന്താ പറയുക വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഞാൻ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്താണ് ഞാൻ അപ്ലൈ ചെയ്ത് തരാൻ പറയാറ്. അമ്മയാകുമ്പോൾ ഇങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ടൊരു മസാജൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറയുമ്പോൾ അമ്മ ചെയ്ത് തരാറുണ്ട്. അപ്പോൾ അമ്മയാണ് കേട്ടോ ഹെയറിൽ അപ്ലൈ ഒക്കെ ചെയ്ത് തരാൻ, ഓയിൽ അപ്ലൈ ചെയ്ത് തരണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് നടക്കും. അപ്പോൾ ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ചെറിയ ചെറിയ എക്സസൈസും അല്ലെങ്കിൽ ഇങ്ങനെ നടക്കണതൊക്കെ നല്ലതാണ്. നോർമൽ ഡെലിവറി നടക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താ പറയുക നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ നടക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ മൊത്തം കുഞ്ഞു കുഞ്ഞു കടകളാണ്. അതുകൊണ്ട് അവിടെ നടക്കുക പോസിബിൾ അല്ല, എനിക്ക് തീരെ കംഫർട്ടബിൾ അല്ല. അപ്പോൾ ഞാൻ എപ്പോഴും ടെറസിലാണ് നടക്കാറുള്ളത്. ഇവിടെ ആകുമ്പോൾ ചെറിയ കാറ്റും വെളിച്ചമൊക്കെ ഉണ്ടാവും. അപ്പോൾ സുഖമായിട്ട് ഇവിടെ നടക്കാം. നടന്നു കഴിയുന്നതോട് കൂടി തന്നെ നമ്മൾ സ്വെറ്റായിട്ട് ഇടാം. അപ്പോൾ പിന്നെ ഞാൻ ഡയറക്റ്റ് പോയിട്ട് കുളിക്കുകയാണ് ചെയ്യാറുള്ളത്. കാരണം ആ സ്വെറ്റ് നമ്മുടെ തലയിൽ നമ്മൾ ഓൾറെഡി ഓയിൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ സ്വെറ്റും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നീർക്കെട്ട് അല്ലെങ്കിൽ ജലദോഷം കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ ഒരു എന്താ പറയുക ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാതെ കറക്റ്റ് നടന്നു കഴിഞ്ഞ് വിയർക്കണോടുകൂടി നേരെ പോയി കുളിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു സ്കിൻ കെയർ റുട്ടീൻ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കഴുത്തിൻ്റെ അവിടെ പിഗ്മെൻറ്റേഷൻ കാര്യങ്ങൾ അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കഴിക്കുന്ന എന്താ പറയുക ഫോളിക് ആസിഡ് അതുപോലെ ഈ ഹോർമോണിൻ്റെ ഇഷ്യൂസൊക്കെ കാരണം പിഗ്മെൻറ്റേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ എന്താ ഓൺലൈനിലൊരു ഷോപ്സി എന്ന് പറയുന്ന ഒരു സ്റ്റോറിൽ നിന്ന് ഞാൻ കുറച്ച് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് 2 പ്രൊഡക്ട്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളും ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ അതൊരു സെറവും പിന്നെ ഒരു ജെല്ലോ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു ഫേസറാണ് വിറ്റമിൻ സിയുടെ, അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ജെല്ലും കൂടി അപ്ലൈ ചെയ്താൽ നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു. അപ്പം ഈ ജെല്ലും ഇതും അപ്ലൈ ചെയ്തിട്ട് എനിക്കൊരു റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിത് കാണിച്ചു തരുന്നത്. ഒരു പരിധി വരെ നമുക്ക് ഈ പിഗ്മെൻറ്റേഷനൊക്കെ തടയാനായിട്ട് നമുക്ക് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ ഫേസിൽ ഞാൻ നോർമൽ നമ്മൾ DIY പാക്സ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അത് ഞാൻ ഒന്നരാടാണ് ചെയ്യാറുള്ളത്. പിന്നെ അതിൻ്റെ ഡേ അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ അത് കാണാതിരുന്നത്. നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും, ഞാൻ പാക്കൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ 1 by 1 അല്ലെങ്കിൽ വീക്ക്ലി 2 ടൈംസൊക്കെയാണ് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ. പിന്നെ അതിൻ്റെ ഡേ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതിൽ കാണാത്തത്. പിന്നെ ഇപ്പോൾ ഉള്ളൊരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്. അതായത് ഇങ്ങനത്തെ ടൈമിൽ തന്നെ നമ്മുടെ ഇച്ചിങ് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ അതുപോലെ ഡ്രൈ ആവാനായിട്ട് തുടങ്ങും കൈയും കാലൊക്കെ. അപ്പോൾ ഒരു വെള്ള കളറിലും ഒരുപോലെ വരും. എനിക്കങ്ങനെ വന്നപ്പോൾ ഞാൻ ഡോക്ടറെ ഒരു പ്രാവശ്യം കൺസൾട്ട് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്തെങ്കിലും ബോഡി ലോഷൻ യൂസ് ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ ഞാനൊരു ബോഡി ലോഷനും കൂടി കയ്യിലും കാലിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടുകൂടി എൻ്റെ സ്കിൻ കെയർ കഴിയും. പിന്നെ ഞാൻ ജസ്റ്റ് ഹെയറൊക്കെ ഒന്ന് ഡ്രൈ ആക്കാറുണ്ട്. നല്ല ആയിരിക്കും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനതൊന്ന് ഡ്രൈ ആക്കി കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് നല്ലോണം ഉണങ്ങിയതിന് ശേഷം കെട്ടി വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ. വേറെ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യാറില്ല. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഒരു 8 to 12 കപ്സ് എങ്കിലും വാട്ടർ മാക്സിമം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലതാണ് കുടിക്കുന്നത്. എന്തോരം വെള്ളം കുടിക്കണോ അത് കുടിക്കണത് അത്ര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.